منجي الخلائق من جهنم جاءت لمولده الشريف بشائر وخواريق العادات ليلة مولدي يا ربي صل على النبي محمد آياته والمعجزات كثيرة شهدت بصحتها عقول الحساد يا ربي صل على النبي محمد البدر شق بأمره والشمس غربت له ردت بغير تردد يا ربي صل على النبي محمد منجي الخلائق من جهنم في هذه والوحش والأشجار قد سجدت له وعليه قد سلمنا بعد تشهدي يا ربي صل على النبي محمد لائق من جهنم في ومن الياس سقاوى أطعم جيشه حتى التافه ويسير هو لم ينفدي يا ربي صل على النبي محمد منجي الخلائق من جهنم وله الوسيلة والفضيلة والعلا ومقامه المعبود يوم الموعد يا ربي صل على النبي محمد منجي الخلائق من جهنم في أوصافه ما ينتهي تعدادها فالمدح يقصر عن بلوغ مقصدي يا ربي صل على النبي محمد منجي الخلائق من جهنم في يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي يا ربي صل على النبي محمد منجي الخلائق من جهنم في قد حل بما قد علمت من الآلاء والظلم والضعف الشديد فأسعدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي ما لي
في هذه فعليك منا كل وقت دائما أزكى الصلاة مع السلام السرمدي يا ربي صل على النبي محمد منجي الخلائق من جهنم في غده وعلى صحابتك الكرام جميعهم والتابعين لهم بخير فاجهدي يا ربي صل على النبي محمد منجي الخلائق من جهنم في عهده صلاة وتسليم وأزكى تحيتي على المصطفى صلوا عليه وسلموا അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദ്മാരെ, ഇവിടെ ഒത്തുകൂടിയുള്ള മുഅ്മിനീങ്ങളെ, നമുക്കറിയാം നാം ഇവിടെ ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത് നമ്മുടെ തങ്ങൾപ്പാവാടെ നമുക്കറിയാം നാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നമ്മുടെ ആത്മീയ നേതൃത്വവും നമ്മുടെയൊക്കെ രക്ഷിതാവുമായിരുന്ന നമ്മുടെ തങ്ങൾപ്പാവാടെ രണ്ടാം ഉറൂസ് ദിനത്തിലാണ്. തങ്ങൾപ്പാവാടെ മദ്ഹ് എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും മതി വരാത്ത ആളുകളാണ് നമ്മളെല്ലാവരും. എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളെല്ലാവരും എന്നേക്കാൾ കൂടുതൽ തങ്ങൾപ്പാവാടെ ഓർമ്മകൾ ഉള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമുക്കറിയാം തങ്ങൾപ്പാവ 10-40 വർഷം മുന്നേ അന്നത്തെ നമ്മളുടെ കാരണന്മാരോട് ആ സമയത്ത് ഇവിടെ ഇസ്ലാമികമായിട്ട് ഒരുപാട് പിന്നോക്കം നിന്ന സ്ഥലമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇവിടെ വരികയും ആ അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചുള്ള മദ്രസകളും പള്ളിയുമൊക്കെ നിർമ്മിക്കാൻ പൂർവികരായ ആളുകളോടുകൂടി ഒത്തൊരുമിച്ച് ഇവിടെ നിർമ്മിക്കുകയും ഇവിടെ ഈമാനിന്റെ വെളിച്ചം നമുക്ക് നൽകുകയും ചെയ്തു. പിന്നീട് പല ഘട്ടങ്ങളായി ഇന്ന് കാണുന്ന ആധുനികമായ എല്ലാ സൗകര്യങ്ങളും കൂടിയുള്ള മദ്രസയും പള്ളിയും അൽഹംദുലില്ലാഹ് നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു. അതെല്ലാം തങ്ങൾപ്പാവാടെ ആ ഉറച്ച നേതൃത്വത്തിലായി നമ്മൾ നിന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് സാധിച്ചത്. വ്യക്തിപരമായി എല്ലാം നമുക്കെല്ലാവർക്കും വളരെ അടുപ്പമുണ്ടായിരുന്നു. നമ്മുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നെ സംബന്ധിച്ച് എന്റെ വ്യക്തിപരമായിട്ട് ഒരുപാട് പ്രയാസങ്ങളുടെ സമയത്ത് പാവാടത്ത് പോയാൽ പിന്നെ യാതൊരു പ്രയാസങ്ങളാണ്. അതിന് അത്രയും നമ്മുടെ രക്ഷിതാവ് എന്നതിനേക്കാൾ ഊർജം പറഞ്ഞു കിട്ടുമായിരുന്നു. നമുക്ക് കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റ് വാപ്പിറ്റേക്കാരുടെ കൂടെ പലവട്ടം കമ്മിറ്റിമാരോടുകൂടെ പലവട്ടം പോവുകയും പലപ്പോഴും നേരത്തെ സംസാരിക്കേണ്ടിയിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ ചായ ഗ്ലാസ്സിൽ അല്പം ചായമാക്കി വെച്ചു. അപ്പൊ ആ സമയത്ത് പറഞ്ഞു ചായ കൂടി അതിൽ ബാക്കി വെക്കാൻ പാടില്ല, കാരണം ചിലപ്പോൾ അതിലാവും പറഞ്ഞു. ഞങ്ങൾ 4-5 കമ്മിറ്റി ഭാരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ ചോദിച്ചു ബിസ്മി ചെയ്തോ ചോദിച്ചു.
ഇതൊക്കെ നമ്മൾ മനസ്സിൽ പഠിച്ച കാര്യമാണ്, ഇതിനൊരു അത്ഭുതമില്ല. പക്ഷെ ഇപ്പാവാടെ മുന്നിൽ നിന്ന് ഇപ്പാവ പറഞ്ഞ കാര്യങ്ങൾ അത് മറന്നില്ല. മനസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ പലതും മറന്നുപോയി. പക്ഷെ ഇപ്പോഴും അത് ഓർമ്മയും പലപ്പോഴും പറഞ്ഞ കണ്ടാൽ ചെയ്തു. കാരണം പാടെ മുന്നിൽ കേട്ട് മറന്നില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു. എന്നേക്കാൾ കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മദ്രസകളും പള്ളികളൊക്കെ കേട്ടുന്ന സന്ദർഭങ്ങളിലും മദ്രസകൾക്കുമായിട്ട് പൈസ മേടിക്കുന്ന സമയത്ത് പവരട്ടം പറയണ്ടായി, എനിക്ക് ദീനിന്റെ കാര്യത്തിൽ കൈനീട്ടാൻ ഒരു മടിയില്ല. അങ്ങനെ ഒരുപാട് ആളുകളോട് കൈനീട്ടിയാണ് ഇന്ന് ഈ കാണുന്ന മദ്രസകളെ നമ്മൾ സ്ഥാപിച്ചത്. അതിന്റെ ഒരു ഘട്ടത്തിൽ പൈസ നിന്ന് പോയ സമയത്തായിരുന്നു. അന്ന് പറഞ്ഞു എന്താ പണിയെടുക്കാന്ന് ചോദിച്ചാൽ പറഞ്ഞു പൈസ ഇല്ല. അപ്പൊ പറഞ്ഞു ഇന്ന ഒരു ലക്ഷം ഞാൻ തരാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ നമ്മൾ ആരെങ്കിലും ചെയ്യും. അപ്പൊ അത്രത്തോളം നമ്മൾ സ്നേഹിച്ച് നമുക്കിവിടെ ദീനിൽ നിൽക്കണമെന്ന് വേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി ത്യാഗം ചെയ്യുകയും ചെയ്തിട്ടാണ് നമുക്ക് ഇന്ന് ഈ കാണുന്ന എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ളത്. അൽഹംദുലില്ലാഹ് നമ്മോട് ഇവിടെ പറയുന്ന സമയത്ത് നമുക്ക് സയ്യിദന്മാരായ 3 നേതൃത്വം നമുക്കിവിടെ ബാക്കി വെച്ചിട്ടാണ് നമ്മളെ പോയിട്ട്. നമ്മളെ പൂർവികർ വിദ്യാഭ്യാസപരമായിട്ട് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിന്ന ആളുകളായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒന്നുണ്ടായില്ല, അവരിപ്പവിടെ ബേക്കിൽ ഉറച്ചു നിന്ന് ദീനിന് വേണ്ട എല്ലാ കാര്യങ്ങളും പിന്തുണ നൽകി. അതുപോലെ തന്നെ ഇപ്പോഴുള്ള കമ്മിറ്റിമാരുമായും മറ്റുള്ള പല ആളുകളും നമ്മളെല്ലാവരും കുറച്ച പിന്തുണ നൽകി. ഇനിയും ആ പിന്തുണ ഉണ്ടാകണം. അടുത്ത തലമുറയ്ക്ക് നമ്മളത് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഉദ്ദേശിച്ച രീതിയിൽ നമുക്കിവിടെ നമ്മുടെ സ്ഥാപനങ്ങളും ഇൽമും ഒക്കെ നിലനിൽക്കുകയുള്ളൂ. എന്റെ കൃത്യമായ വിഷയം ഇവിടെ സ്വാഗതം പറയുകയാണ് എന്നാണ്. നമുക്കറിയാം നമ്മുടെ ഖത്തീബും നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈനംദിന കാര്യങ്ങളും ഇടപെടുകയും ചെയ്യുന്ന ഹാഷിം തങ്ങളാണ് നമുക്കിവിടെ അധ്യക്ഷൻ. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം പറയാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് പാവടം മുത്തോനടന്നു ഇവിടെ ദർശന സ്ഥാപനം തുടങ്ങുകയും ചെയ്ത മുത്തുക്കോയ തങ്ങളാണ്. നമുക്കറിയാം ഇന്ന് എവിടെ പോയാലും എല്ലാ സുഖ സൗകര്യങ്ങളും കൂടിയിട്ട് ദർശന സംവിധാനം തുടങ്ങാൻ അദ്ദേഹത്തിന് കഴിയും. ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ല ശമ്പളത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ കഴിയും. എന്നിട്ടും ഇതെല്ലാം ഒഴിവാക്കി ഇപ്പൊ അവിടെ തന്നിട്ടുള്ള നമ്മുടെ ഈ വെളിച്ചം പൂർവാധികം ശക്തിയോടെ ഇവിടെ നിലനിൽക്കണമെന്ന് അത്യാഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട്, എത്രത്തോളം വെച്ചാൽ നമ്മളെക്കാൾ കൂടുതൽ എല്ലാ നിലക്കും ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഇവിടെ ഈ സംവിധാനം ഇന്ന് തുടർന്നു പോകുന്നത്. നമ്മളെല്ലാവരും അതിന് വേണ്ട പിന്തുണ കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അദ്ദേഹത്തെ ഞാൻ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് സലാഹുദ്ദീൻ ഫൈസൽ ഉസ്താദാണ്. ഉസ്താദിനെ പറ്റി മുമ്പ് വരാൻ നമുക്കെല്ലാം ആർക്കും ആവശ്യമുണ്ടാവില്ല. നമ്മുടെ സമസ്തയുടെ നേതൃത്വം നൽകുകയും സമസ്തയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച് ചെയ്യുകയും ചെയ്യുന്ന ഉസ്താദാണ്. അദ്ദേഹത്തിന് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ സമാപിക്കുക നമ്മുടെ ഖാദി കൂടിയായ ഷിഹാബുദ്ദീൻ തങ്ങളാണ്. അദ്ദേഹത്തിനെ വളരെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ദർശന മുദ്രിസായ ഷഫീഖ് ഫൈസിയെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മദ്രസയിലെ സദർ ഉസ്താദ് യൂസഫ് റഹീം ഉസ്താദിനെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മദ്രസ ഉസ്താദ്മാരായ അബൂബക്കർ ഉസ്താദ്, മുഹമ്മദ് അലി ഉസ്താദ് എന്നിവരെ വളരെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഉള്ള നമ്മുടെ മുത്തല്ലിമീങ്ങൾ, നമ്മുടെ കമ്മിറ്റിമാരുമായ പ്രസിഡന്റ് വാപ്പിയാക്ക, ഉണ്ണിക്കുട്ടിയാക്ക, ഖജാജി KP ഉബൈദ്, മദ്രസ പ്രസിഡന്റ് KP വീരാൻകുട്ടി, അതുപോലെ തന്നെ മറ്റു കമ്മിറ്റിമാരുമായ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ, നമ്മുടെ കുട്ടികൾ
എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുകയാണ്. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുവാജ് അവർ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്ന GM സലാഹുദ്ദീൻ ഫൈസി അവർ ഇവിടെ സമാപന ദുആക്ക് നേതൃത്വം കൊടുക്കുകയും നമ്മുടെ ഖാദിയും കൂടിയായ സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ അവർ മറ്റിവിടെ പങ്കെടുക്കുന്ന ഉസ്താദുമാർ, കാരണവന്മാർ, സഹോദരിമാർ, അല്ലാഹു നമ്മുടെ സംഗമം നമ്മിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ആത്മീയ നേതാവും ഞങ്ങളുടെ കൗരന്റെ പിതാവുമായ മഹാനായ തങ്ങൾ അവരോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉപ്പയെ കുറിച്ച് പറയുമ്പോൾ ഈ സമയത്ത് ഓർത്തു പോകുന്നത് ഖുർആനിലെ ഒരു ആയത്താണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു പ്രയാസത്തിന്റെ ശേഷം അല്ലെങ്കിൽ ഒരു പ്രയാസത്തിനോട് കൂടെ ഒരു പ്രതിസന്ധിക്ക് ശേഷം ഒരു വിശാലത അല്ലെങ്കിൽ എളുപ്പം അല്ലെങ്കിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരാനുണ്ട് എന്ന് അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു. ഉപ്പയെ സംബന്ധിച്ചിടത്തോളം 13-ാം വയസ്സിൽ പിതാവ് വഫാത്തായി. പിന്നീട് യതീമായിട്ടാണ് ജീവിതം. ഇന്നത്തെ കാലത്ത് യതീം എന്ന് പറയുമ്പോൾ പഠിക്കാൻ സഹായിക്കാൻ, സാമ്പത്തികമായി എല്ലാ നിലക്കും സഹായിക്കാൻ, ഓഫറുകൾ ചെയ്യാൻ ധാരാളം ആളുകളുണ്ട്. എന്നാലും അത് സൗഭാഗ്യമാണ്. ചില ആളുകൾക്ക് ആ ഭാഗ്യം കിട്ടാത്തവർക്ക് ഈ കാലത്തുണ്ട്. പക്ഷെ ആ കാലത്ത് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ദാരിദ്ര്യം, ആ ദാരിദ്ര്യത്തോടു കൂടെ യതീമായി വളരുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ ഇല്ലാത്ത പ്രയാസം. പലപ്പോഴും ദർസുകളിലൊന്നും കുട്ടികളെ സ്വീകരിക്കാറുണ്ടായിരുന്നില്ല. ധാരാളം കുട്ടികളാണ്. കുട്ടികൾക്ക് തന്നെ ഭക്ഷണം കൊടുക്കാൻ അന്നത്തെ തലമുറയിലെ ആളുകൾക്ക് സാധിക്കാത്തൊരു സാഹചര്യം. ഇപ്പൊ പലപ്പോഴും പറയാറുണ്ട്, തങ്ങൾ കുട്ടിയായിരുന്നത് കൊണ്ട് ദർസില് ഏറ്റവും മുന്തിയ ഭക്ഷണം അല്ലെങ്കിൽ മുന്തിയ വീട്ടിലുള്ള ഭക്ഷണം എനിക്കായിരുന്നു കിട്ടിയിരുന്നത്. അതെന്റെ കഞ്ഞിയും പൂളക്കിഴങ്ങും ഒക്കെ ആയിരുന്നു എന്ന് പലപ്പോഴും പറയാറുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങളൊക്കെ വളർന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാത്തിനും ഞങ്ങൾ ഒപ്പുണ്ടായിരുന്നു. ഉപ്പാക്ക് അങ്ങനെ കുടുംബത്തിൽ നിന്ന് സഹായിക്കാൻ ഒരാളുണ്ടായിരുന്നില്ല. സ്വന്തം കഠിനാധ്വാനം ചെയ്ത് വളരെ പ്രയാസപ്പെട്ട് ഒരു സ്ഥലത്ത് എന്റെ ഉസ്താദുണ്ട്, അത് ദിവസം നോക്കുമ്പോൾ അവിടെ പോവുക, അവിടെ കുറെ പഠിക്കുക, അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് മാറുക, അടുത്ത സ്ഥലത്തേക്ക് മാറുക, അങ്ങനെ സ്വന്തം കണ്ടെത്തിയിട്ടാണ് ഉപ്പ ദർസുകളിലേക്ക് പഠിക്കാൻ പോയത്. അങ്ങനെ പഠിക്കുന്ന കാലത്ത് പലപ്പോഴും ഉസ്താദ്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയായി മാറാൻ അത് സാധിച്ചു എന്ന് പലപ്പോഴും ഞങ്ങളോടൊക്കെ പറയാറുണ്ട്. അതിന്റെ നേട്ടം കാരണം അല്ലെങ്കിൽ ആ ഒരു ഗുണം കാരണം പഠിക്കുന്ന കാലത്ത് തന്നെ ഉപ്പാക്ക് ഓതാനും മൗലൂദ് ദുആ മജ്ലിസ് സദസ്സുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കാനും ഉപ്പാക്ക് പലപ്പോഴും കഴിഞ്ഞത് അഭിമാനത്തോടൊക്കെ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ പഠിച്ച് അവസാനം അൽബരിയ കോളേജിലാണ്
പഠനം അവസാന ഘട്ടത്തിൽ 4-5 വർഷം അല്ലാതെ 1 വർഷം അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അയാൾ 1 വർഷം പഠനത്തിന് ശേഷം അവിടുന്ന് പഠനം പൂർത്തിയാക്കി ഫൈനൽ ബിരുദം എടുക്കാൻ വേണ്ടി പട്ടിക്കാടിലേക്ക് പോവുകയും പട്ടിക്കാട് ജാമ്യയിൽ വെച്ച് 1ാം റാങ്കോടുകൂടെ അന്ന് ഫൈനലായി പുറത്തിറങ്ങുകയും ചെയ്തു. അങ്ങനെ അൽഹംദുലില്ലാഹ് ഈ പ്രയാസത്തിലൊക്കെ പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സന്തോഷം ഇക്കാര്യത്തിൽ ഉപ്പാക്ക് നൽകി. പലപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന സമയത്ത് ഇപ്പൊ ഹജ്ജിന് വേണ്ടി ആദ്യമായി ഗൾഫിലേക്ക് സൗദിയിലേക്ക് യാത്ര പോയി. അങ്ങനെ ആ സമയത്ത് അവിടുന്ന് പല ആളുകളും പറഞ്ഞു, എല്ലാവരും പ്രയാസപ്പെടും, സാമ്പത്തികമായി വല്ലാതെ പ്രയാസപ്പെടുന്ന സമയമല്ലേ, ഇവിടെ വല്ല ജോലിയൊക്കെ കിട്ടും, നല്ല ജോലി കിട്ടിയാൽ കുടുംബത്തെ ഉഷാറാക്കി കൊണ്ടെടുക്കാൻ സാധിക്കുമെന്ന് പലരും പറഞ്ഞു ഉപദേശിച്ചു. അപ്പൊ ഇപ്പൊ അവരോട് പറഞ്ഞ മറുപടി, സമ്പത്ത് ധാരാളം ഉണ്ടാവും, പക്ഷെ എനിക്ക് 3 ആൺകുട്ടികളാണ്, പക്ഷെ തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോൾ എന്റെ മക്കളാണെന്ന് പോലെ പറയാൻ പറ്റൂല, ഓരെ നല്ല വളർത്തണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഓഫറൊക്കെ ഒഴിവാക്കി ഇപ്പൊ നാട്ടിലേക്ക് വന്നത്. ഉപ്പാടെ ജീവിതത്തില് പിന്നെ ഞങ്ങളൊക്കെ ശരിക്കും കാണുന്നത് ചിട്ടയാതൊരു ജീവിതമാണ്. ഇബാദത്തുകൾക്ക് ഒരു മുടക്കം വരുത്തിയിരുന്നില്ല, കൃത്യമായ ഇബാദത്തുകളായിരുന്നു. ഞാനൊന്നും എനിക്ക് ഓർമ്മ വെച്ച മുതൽ ഇപ്പൊ സുന്നത്ത് നിസ്കരിക്കാതെ വെറും ഫർദ് നിസ്കരിക്കുന്നത് കണ്ടിട്ടേ ഇല്ല. ഏത് ജമാഅത്ത് നിസ്കരിക്കുകയാണെങ്കിലും ഏത് വഖ്ത് നിസ്കരിക്കുകയാണെങ്കിലും മുമ്പും ഇപ്പൊ ദുഹറാണെങ്കിൽ ദുഹറിന്റെ മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ഒന്നും ഒഴിവാകാതെ എത്ര തിരക്കുണ്ടെങ്കിലും കൃത്യമായി നിസ്കരിക്കുമായിരുന്നു. യാത്രയിൽ പോലും അത് കൃത്യമായി നിസ്കരിച്ചിട്ടായിരുന്നു ഇപ്പൊ നിലനിർത്തി പോന്നിരുന്നത്. അതല്ല, ഉപ്പാന്റെ ഓരോ സമയത്തെ പ്രവർത്തനം എന്താണെന്നുള്ളത് കാണാതെ നമുക്ക് പറയാൻ കഴിയും. ചിലപ്പോ നമ്മൾ പുറത്തൊക്കെ ആണെങ്കിലും ഇപ്പൊ എവിടെ ഉണ്ടാകുക ചോദിച്ചാൽ എന്താ പണി ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ വയ്ക്കായിരിക്കും. ഒരു 11:30 സമയത്തായി കഴിഞ്ഞാൽ ഇപ്പൊ ദുഹാ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറെടുക്കും. അങ്ങനെ 12 മണിയോടുകൂടെ ദുഹാ നിസ്കാരം 4 റക്അത്ത് നിസ്കരിക്കും. പിന്നീട് ദുഹർ വാങ്ങെടുക്കുന്നത് വരെ ഖുർആൻ മുതലായിരിക്കും പരിപാടി. അവസാന കാലഘട്ടങ്ങളിൽ അങ്ങനെയായിരുന്നു. നേരെ ദാർനജാത്തിലൊക്കെ പഠിപ്പിച്ചിരുന്ന ക്ലാസ് എടുത്തിരുന്ന കാലഘട്ടത്തില് ഇപ്പൊ 7:30-7:45 ആകുമ്പോഴേക്കും സ്ഥാപനത്തിലെത്തും. അങ്ങനെ അവിടുത്തെ ക്ലാസ് 1.5 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നീട് പള്ളിയിൽ കയറി 4 റക്അത്ത് ദുഹാ നിസ്കരിച്ച് ഇതുപോലെ വീട്ടിലേക്ക് തിരിച്ചു വരും. പിന്നീട് വന്ന ആളുകളൊക്കെ സംസാരിച്ച് അവർക്ക് പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ ഊതെടുത്ത് നിസ്കാരത്തെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു പിതാവ്. മാത്രമല്ല, വീട്ടിൽ വരുന്ന ആളുകളൊക്കെ ഇബാദത്തുകൾ, പ്രത്യേകിച്ച് മക്കളാണെങ്കിലും പേരക്കുട്ടികളാണെങ്കിലും കുടുംബത്തിൽപ്പെട്ട പന്ത്രമാരുടെ മക്കളാണെങ്കിലും ഒക്കെ നിസ്കാരം മുഹൂർത്തങ്ങളൊക്കെ ശീലിപ്പിക്കുമായിരുന്നു. ഇശാമാരിന്റെ ഇടയിൽ ആളുകൾ വരുന്നത് ഇപ്പൊക്കെ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പൊ വരാൻ എല്ലാ ഊത്തും ഇപ്പൊക്കെ മുടങ്ങുന്നതാണ്. എത്ര വെയ്യായെങ്കിലും ഹദ്ദാദ് സബുൽ മുജിയാത്ത് സൂറത്ത് ഓതുന്നത് ഒരിക്കലും ഇപ്പൊ ഒഴിവാക്കാറുണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചെയ്ത അമലുകളൊക്കെ ഖബറിൽ മുതൽക്കൂട്ടാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് ഇത്തരം കൃത്യനിഷ്ഠതയുള്ള അല്ലെങ്കിൽ കൃത്യതയുടെ മുടങ്ങാതെ ചെയ്യുന്ന അമലുകളാണ്. ഇങ്ങനെ ഇബാദത്തുകൾ മുടങ്ങാതെ നിലനിർത്താൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുബായ് തങ്ങളെ സാദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله وبعد. ബഹുമാനികളായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വളരെ ആത്മീയമായ ഒരു സദസ്സ് അൽഹംദുലില്ലാഹ് ഇന്ന് അസ്റിന് ശേഷം ഉപ്പയുടെ മക്ബറ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ പരിപാടി തുടക്കം കുറിച്ചത്. അതിനുശേഷം 6 മണിക്ക് തന്നെ നമ്മുടെ മൗലിദ് സദസ്സ് തുടക്കം കുറിക്കുകയും മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം സാധാരണ ഇവിടെ നടന്നു വരുന്ന സ്വലാത്ത് നമ്മൾ ചൊല്ലി മങ്കൂസ് മൗലിദ് അല്പം നമ്മൾ ഓതി. ഇനി ഉപ്പയുമായി ബന്ധപ്പെട്ടുള്ള അനുസ്മരണ സദസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുകയും പരിശുദ്ധമായ ദീനി പ്രബോധന പ്രവർത്തന രംഗത്ത് തഅല്ലുമ് തഅലീമ് തദ്രീസ് നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ചിട്ടയാർന്ന ജീവിതം ജീവിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും മുതഅല്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട് ദീനിന്റെ ദഅവത്തിന്റെ മേഖലകൾ ഏതൊക്കെ രൂപത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമോ ആ മേഖലകളിലൊക്കെ സജീവമാവുക എന്നുള്ളതായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ രസവും സന്തോഷവുമായി ഏറ്റെടുത്തത്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഈ മഹലിന്റെ പല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയും ത്യാഗം ചെയ്യുകയും നമ്മളിൽ ഒരാളായി നേതൃത്വം നൽകി മുന്നോട്ട് പോയ എത്രയോ അനുഭവങ്ങൾ. അതേപോലെ തന്നെ ദർസി രംഗത്ത് മുന്നോട്ട് പോകുന്നു. മറ്റുള്ളവരോട് സംസാരിക്കുകയാണെങ്കിലും ഇടപെടുകയാണെങ്കിലും ഒക്കെ ദീനുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങൾ പറയുകയും അങ്ങനെയുള്ള ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും അത് കാണിച്ചു കൊടുക്കുകയും ചെയ്ത മുന്നോട്ട് പോയി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നീണ്ട സംസാരത്തിൽ പോയി സമയം ഉദ്ദേശിക്കുന്നതിന് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഫൈസി ഇവിടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മയൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. ഈ സംഗമത്തിന് വേണ്ടി അടക്കം ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി അതേപോലെ നടത്തുന്ന കാലഘട്ടത്തിൽ സ്ഥാപിച്ച നാരിയത്ത് സ്വലാത്തിന്റെ മജ്‌ലിസ് അതും ഇങ്ങനെ ഒരു ഞായറാഴ്ചയാണ് നടക്കാറുള്ളത്. അത് നമ്മുടെ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടുന്നുണ്ട്. ഒരുപാട് ആളുകൾ നാരിയത്ത് സ്വലാത്ത് ചൊല്ലി അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്ന് ആഴ്ചയതിന് മുമ്പായി 11 നാരിയത്ത് സ്വലാത്തുകൾ ചൊല്ലി നമ്മൾ ദുആ ചെയ്യും. അതാണ് ഇനി കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു പരിപാടിയില്ല. അതേപോലെ തന്നെ ഇവിടെ ഭക്ഷണ വിതരണമുണ്ട്. പല ആളുകളും അതിലേക്ക് സഹായിച്ച് സഹകരിച്ചിട്ടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനൊക്കെ പങ്കുവയ്ക്കാൻ അനുഗ്രഹിക്കട്ടെ. ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞു ഉപ്പാവാടെ ആണ്ടുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ പല ആളുകളും നമുക്ക് സഹായിച്ച് സഹകരിച്ച് അൽഹംദുലില്ലാഹ് ഒരു ഭാരമാവാത്ത ഒരു മുഷിപ്പാവാത്ത രൂപത്തിൽ ആ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷകരമായ വാർത്ത ഉത്തരവാദപ്പെട്ട ആളുകൾ അറിയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി സഹായിച്ച സഹകരിച്ച പ്രത്യേകിച്ച് ഒരുമിച്ച് കൂടിയ നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. രണ്ട് ലോകത്ത് വിജയിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പല രൂപത്തിലായി സഹായിക്കുന്ന നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഈ റമദാന് ശേഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ദർസിനൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടി മാസത്തിൽ വിപുലമായ രൂപത്തിൽ നമ്മൾ ദുആ ചെയ്യുന്ന മജ്‌ലിസ് കൂടിയാണ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന സുന്ദരവാക്യത്തോടുകൂടെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മൾ നിർവഹിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനുസ്മരണ വേണ്ടി സമസ്തക്ക് വേണ്ടി ജീവൻ തന്നെ വെടിഞ്ഞെച്ച GM സലാഹുദ്ദീൻ ഫൈസി അവരുടെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.
بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد ബഹുമാനപ്പെട്ട ഈ ഉറൂസ് മുബാറക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ, നമ്മുടെ മഹല്ലിന്റെ ഖാദിമൗലിയായ സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് ഹാഷിം തങ്ങൾ, മറ്റു പ്രഗത്ഭരായ ഉസ്താദുമാരെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട മുത്താലിമീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് വളരെ ചുരുങ്ങിയ സമയത്തെ ഒരു അനുസ്മരണം തങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രഭാഷണത്തെക്കാളും മഹത്വമുള്ള ഒരു ആത്മീയ സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടുന്നത്. ബഹുമാനപ്പെട്ട താജുസാദാത്ത് സയ്യിദ് KPC തങ്ങൾ മഹാനവറുകൾ, അവരുടെ അനുസ്മരണം എന്നത് കുറെ സംസാരങ്ങൾക്കപ്പുറത്ത് ബഹുമാനപ്പെട്ടവരുടെ നിത്യസ്മാരകങ്ങളായി ദീനിന്റെ നിരവധി അടയാളപ്പെടുത്തലുകൾ ഇവിടെ ബാക്കി വെച്ചുകൊണ്ടാണ് മഹാനവറുകളുടെ യാത്രയായത്. അതിലെ ഏറ്റവും വലിയ അനുസ്മരണത്തിന്റെയും ഒരു നിത്യസ്മരണയുടെയും ഒരു മഹല്ലാണ് നമ്മുടെ ഈ കല്ലട്ടുകാർ മഹല്ല്. ഒരു മഹല്ലിന്റെ പിതാവ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ ഇതിന്റെ ആദ്യം മുതലുള്ള ആ തുടക്കം ഇവിടുത്തെ കാരണവന്മാരും ഈ നാട്ടുകാരായ കുറെ സാധാരണക്കാരായ ആളുകൾക്കൊപ്പം നിന്ന് ഇവിടെ ഇന്ന് വളരെ മനോഹരമായ പള്ളിയും അറിയപ്പെട്ട ഒരു ദർസും അതൊക്കെ മനോഹരമാകുന്ന തരത്തിലേക്ക് അതിന്റെ തുടക്കം കുറിച്ച് ഒരുപക്ഷെ അല്ലാഹു അവരുടെയൊക്കെ ആ ഒരു നല്ല നിയത്തോട് നല്ല ഒരു ഇഖ്ലാസോടുള്ള ഈ തലത്തിലേക്കൊക്കെ എത്തിക്കാനുള്ള പല പല വഴികൾ രൂപപ്പെടുത്തിയതായി. ഇപ്പൊ രണ്ടാമത്തെ ഉറൂസ് മുബാറക്ക് ഇവിടെ വെച്ച് ഇങ്ങനെ പ്രത്യേകമായ ഒരു പരിപാടി നടത്തുന്ന തലത്തിലേക്ക് എത്തിയത് ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ രൂപപ്പെട്ടപ്പോഴാണ്. ദാറുൽ നജാത്തിൽ വെച്ചുള്ള അനുസ്മരണ പരിപാടി നടന്നു. വല്ലപ്പോഴ ദാറുൽ നജാത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾപ്പാവാന്റെ അന്ത്യവിശ്രമ കേന്ദ്രവും അവരുടെ പരിശ്രമത്തിന്റെ ഏറ്റവും വലിയൊരു അടയാളവുമാണ്. അത് മാത്രമല്ല, ധാരാളം ശിഷ്യന്മാർ, ആലിമീങ്ങളായ, മുദരിസുമാരായ, ഖതീബുമാരായ, ദീനി രംഗത്ത് സേവനം ചെയ്യുന്ന ധാരാളം മുജാഹിദീങ്ങളെ ദീർഘകാലത്തെ ദർസ് ജീവിതത്തിലൂടെ ബഹുമാനപ്പെട്ടവർ വളർത്തിക്കൊണ്ടുവന്നു. ആ ഒരു ശൃംഖല അതങ്ങനെ കണ്ണിമുറിയാതെ നീണ്ടുപോകും. മക്കള് 3 പേരും ബഹുമാനപ്പെട്ട തങ്ങൾപ്പാവാന്റെ ശിഷ്യന്മാർ കൂടിയാണ്. അവരിലൂടെ അതേപോലെ മറ്റു മുദരിസുമാരിലൂടെ അവര് കൊടുത്തിവെച്ച ദീനിന്റെ ആ തുടർച്ച, വൈജ്ഞാനികമായ എളിമയായ തുടർച്ച, അത് തന്നെയാണ് ഒരു ആലിമൻ എന്നുള്ള നിലയിൽ ഏറ്റവും വലിയ ഒരു സ്മരണ. എന്തുകൊണ്ടാണ് മഹാന്മാരായ മുൻഗാമികളായ ആലിമീങ്ങളെ, ഔലിയാക്കളെ, സാദാത്തുക്കളെ, മഹാന്മാരെ ഒക്കെ നമ്മൾ അനുസ്മരിക്കുന്നത്? അത്ര വലിയ ത്യാഗം ദീനിന് വേണ്ടി, ഇൽമിന് വേണ്ടി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി, നമ്മുടെ പാരമ്പര്യത്തിന് വേണ്ടി അവർ നിർവഹിച്ചു കൊടുത്തുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട താജുസാദാത്ത് സയ്യിദ് KPC തങ്ങൾ മഹാനവറുകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പല പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭാഷണങ്ങൾ ഇവിടെ പറഞ്ഞു. തുടക്കത്തിൽ ശബ്ദത്തിൽ സ്വാഗതം പറഞ്ഞപ്പോ ബിസ്മി ചൊല്ലാൻ വേണ്ടി പറഞ്ഞു. ചായ കുടിക്കുമ്പോ അല്ലേ, അതിന്റെ ചെറിയ ചെറിയ ആദാബുകൾ, മര്യാദകൾ പോലും ആരോടും കൃത്യമായി തർബീയത്ത് ചെയ്ത് അങ്ങനെ ഉള്ള ഒരു ഇടപെടലായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾപ്പാവാന്റെ ഇടപെടൽ. ഞങ്ങളൊക്കെ അത് പലപ്പോഴും അനുഭവിച്ചവരാണ്. ഓതുന്ന കാലത്ത് ശിഷ്യത്വമൊന്നുമില്ലെങ്കിൽ പോലും പല ഘട്ടങ്ങളിലും
എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളോ അപാകതകളോ എവിടെയെങ്കിലും കൃത്യമായി അത് ചൂണ്ടിക്കാണിച്ചത് തിരുത്തി തരണം. അങ്ങനെ എല്ലാവരോടും വളരെ വലിയ സ്നേഹത്തോടെ അവരെയൊക്കെ തർബിയത്ത് ചെയ്യുന്ന ഒരു രീതി, അത് മഹാന്മാരുടെ രീതിയിൽ അവർക്ക് അങ്ങനെ കഴിയും. ശൈഖുനാ അത്തിപ്പറ്റ ഉസ്താദ് അങ്ങനെയായിരുന്നു. ഏത് സദസ്സിലാണെങ്കിലും ആരാണെങ്കിലും ഓരോ ഘട്ടത്തിലും ഓരോരുത്തരുടെ കാര്യത്തിലും ഇടപെട്ട് തിരുത്തേണ്ടത് തിരുത്തി, അങ്ങനെയുള്ള ഒരു രീതി. ബഹുമാനപ്പെട്ട തങ്ങൾപ്പാവാന്റെ കൂടെ ഞങ്ങള് ബഹ്റൈനിൽ ഞാനും ആ ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ തങ്ങളും തങ്ങൾപ്പാവിൻ കൂടെ ദാറുൽ യാത്രയ്ക്ക് വേണ്ടി യാത്ര പോയപ്പോൾ, അപ്പൊ അവിടെ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നവരാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാമോദാസ്. അവിടുത്തെ സമസ്തയുടെ സജീവ പ്രവർത്തകനാണ്. ബഹുമാനപ്പെട്ടവർക്ക് തങ്ങൾപ്പാവാനെ വലിയ ഇഷ്ടമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ തങ്ങൾപ്പാവാന്റെ ആ ചിട്ടവട്ടമാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ, ദുഹാ നിസ്കാരം. ഒരു സാധാരണക്കാരനായ കുഞ്ഞാമോദാജി മുഖർഞ്ഞൊക്കെ അടുത്തറിയുന്ന ഒരാളാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു സാധാരണക്കാരനായ ഒരു കുഞ്ഞാമോദാജിയാണ്. പക്ഷെ അദ്ദേഹം ദുഹാ നിസ്കാരം ഒഴിവാക്കുക, വിത്ര നിസ്കാരം ഒഴിവാക്കുക, സുന്നത്ത് നിസ്കാരങ്ങൾ ഒഴിവാക്കുക. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ സുന്നത്ത് നോമ്പ് നോൽക്കും. കാരണം ഇങ്ങനെയുള്ള മഹാന്മാരുമായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെ വലിയ ഇഷ്ടവുമാണ്. ഞാനിതിങ്ങനെ പറയാൻ കാരണം, ഈ മഹാന്മാരെ തങ്ങൾപ്പാവാനെ പോലെയുള്ള ആളുകളെ അനുസ്മരിക്കുമ്പോ നമുക്കതിൽ നിന്ന് കിട്ടേണ്ട ഊർജം എന്ന് പറഞ്ഞാൽ ഈ വഴികൾ സ്വീകരിക്കാനാണ്. ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, 4 റക്അത്ത് ദുഹാ നിസ്കരിക്കൽ പതിവായിരുന്നു. ദിക്റുകളും വിർദുകളും ഹദ്ദാദുകളും അതൊക്കെ പതിവായിരുന്നു. നമ്മുടെ വഴി, ദീനിന്റെ വഴി എന്നത് മഹാന്മാരുടെ വഴിയാണ്, സ്വാലിഹീങ്ങളുടെ വഴിയാണ്. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വഴി. എന്തുകൊണ്ടാണത്? ദുഹാ നിസ്കാരം സുന്നത്താണെന്ന് ആർക്കറിയാത്തത്? ചുരുങ്ങിയത് 2 റക്അത്താണ്, കൂടിയ 8 റക്അത്താണ്. ദുഹാ നിസ്കരിക്കേണ്ട സമയം ആർക്കറിയാത്തത്? ദുഹർ നിസ്കാരത്തിന്റെ മുമ്പും ശേഷം സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, റവാത്തിബുണ്ട്. ആർക്കാണ് അറിയാത്തത്? നമ്മൾക്ക് പഠിച്ചവരല്ലേ. പക്ഷെ പലപ്പോഴും നമുക്കത് തോന്നൂല, നമ്മളത് ചെയ്യൂല. നിയമങ്ങൾ അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് സ്വാലിഹീങ്ങളായ മഹാന്മാരോടുള്ള സഹവാസം ഉണ്ടായാൽ അത് ജീവിതത്തിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് നേരത്തെ ശബ്ദത്ത് പറഞ്ഞല്ലോ, ഒരു ചായ കുടിക്കുമ്പോ, ഒരു വെള്ളം കുടിക്കുമ്പോ ബിസ്മി ചൊല്ലിയോ എന്ന് ചോദിച്ചാൽ അതൊരു തർബീയത്താണ്. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് ഒരിക്കലും മഞ്ഞളാമ്പുഴയായി മന്ത്രിയായ സമയത്ത് ഒരു പരിപാടി വന്നിച്ച് പങ്കെടുക്കുകയാണ്. അപ്പൊ മന്ത്രി ഇങ്ങനെ സ്റ്റേജിൽ കയറി വന്നു. അപ്പൊ ജരിയുടെ താഴെ തുണി, മന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി അവർക്ക് അത്തിപ്പറ്റ ഉസ്താദിന് ബാധകമല്ല. ഇവർ തുണിയുടെ കേട്ടിട്ട് തോന്നിയാണ്. കാരണം മുസ്ലിമായ മനുഷ്യനാണല്ലോ, മഞ്ഞളാമ്പുഴ അലിയാണല്ലോ, തുണിയുടെ കേട്ടിട്ട് ഒരു പ്രസംഗിക്കാൻ ഒന്ന് കയറ്റിയെടുത്തു. പക്ഷെ അപ്പോഴും അയറ്റിന്റെ അവിടെ കയറ്റിയെടുത്തു. മന്ത്രിനോടൊക്കെ പറയുമായിരുന്നു. അതിനകത്ത് ഉസ്താദിനെ അനുസ്മരിക്കുമ്പോ മഞ്ഞളാമ്പുഴ ഒരിക്കലും പറഞ്ഞു, പിന്നെ ഏത് സമയത്തും തുണി എടുക്കുമ്പോ എനിക്ക് അത്തിപ്പറ്റ ഉസ്താദിന് പുറത്തു കൊടുക്കും. അങ്ങനെയാണ്. അത് അറിയാത്തത് കൊണ്ടല്ല. പല ആളുകൾക്കും ജരിയാളിയുടെ താഴെ തുണി ഇറങ്ങാൻ പാടില്ല എന്ന് അറിയാത്തത് കൊണ്ടല്ല. അത് മുസ്ലിങ്ങൾക്ക് പറ്റൂലെന്ന് അറിയാം. പക്ഷെ അതൊരു ഫാഷനായി, ഒരു നാട്ടു നടപ്പായി, അല്ലെങ്കിൽ അശ്രദ്ധരായി. ഇങ്ങനെയുള്ള മഹാന്മാരോടുള്ള ബന്ധവും അവരുടെ തർബീയത്തും അവരുടെ സഹവാസവും ലഭിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഇതാണ് സുന്നത്തെ മാറ്റത്തിന്റെ വഴി. കുറെ നിയമങ്ങൾ പറയാനല്ലോ. ഉത്തരപ്രസ്ഥാനക്കാരും വഹാബികളും മൗദൂദികളും കുറെ നിയമങ്ങൾ പറയാം, കുറെ തത്വങ്ങൾ പറയാം. മഹാന്മാരെ ഇഷ്ടപ്പെടലും മഹാന്മാരെ പിൻപറ്റലും അവരെ സ്നേഹിക്കലും അവരുടെ വഴിയേ അല്ല. ബഹുമാനപ്പെട്ട താജ് സാദാത്ത് സയ്യിദ് KPC തങ്ങൾ ഉപ്പാപ്പ നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി, ഇൽമിന്റെ വഴി, ആലിമീങ്ങളുടെ വഴി, മഹാന്മാരുടെ വഴി, സാദാത്തുക്കളുടെ വഴി, ഔലിയാക്കളുടെ വഴി, അത് വളരെ ഭംഗിയായി നിലനിർത്തി
മുഷാവറയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ സമസ്തയുടെ സജീവ പ്രവർത്തകനായിരുന്നു. സമസ്തയുടെ ജില്ലാ പ്രസിഡന്റും താലൂക്ക് പ്രസിഡന്റും അതോടൊപ്പം തന്നെ എന്റെ പിതാവ്, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കമാലുദ്ദീൻ ഫൈസി ഉസ്താദ്, അവരോടൊപ്പം വളരെ ചെറിയ പ്രായം മുതൽ തന്നെ സമസ്തക്ക് വേണ്ടി, സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിരന്തരം അധ്വാനിച്ചു, യാത്ര ചെയ്തു, പ്രവർത്തിച്ചു. മുഷാവറക്ക് പോകുമ്പോ നമ്മൾക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഞങ്ങൾ മുഷാവറക്ക് പോകുന്നത് അവിടെ ഒരുപാട് മഹാന്മാരുണ്ടാവും, അവരുടെ കൂടെ ദുആ അതിന് പങ്കെടുക്കാനോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. സമസ്തയുടെ പ്രവർത്തനത്തെ അവരെ കണ്ടത് കേവലം ഒരു സംഘടനാ പ്രവർത്തനമായിട്ടല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമന്വയരായ നാൽപ്പത് മുശാവറകൾ ഒരുമിച്ച് കൂടുന്ന ഒരു യോഗം, അതൊരാത്മീയമായ മഹാന്മാരുടെ ഔലിയാക്കളുടെ സ്വാധീനങ്ങൾ ഒരുമിച്ച് കൂടലാണ്. അവിടെ ചെന്ന് അവരുടെ കൂട്ടത്തിൽ നിന്ന് ദുആയിൽ പങ്കെടുക്കാനോ അതിനാണ് ഞങ്ങൾ പോകുന്നത് എന്ന് പറയുമായിരുന്നു ബഹുമാനപ്പെട്ട താജ് സാദാത്ത്. സമസ്തയുടെ മുശാവറ യോഗത്തിൽ അവർ ഉദൂഹില്ലാതെ ഇരിക്കുമായിരുന്നില്ല. ആ തലത്തിൽ നമ്മുടെ പ്രവർത്തനത്തെ, നമ്മുടെ പ്രസ്ഥാനത്തെ ആത്മീയമായി നോക്കിക്കണ്ട മഹത്വങ്ങൾ. നല്ലാസ്താദിന്റെ കൂടെയാണ് മുശാവറക്ക് പോവുക. ഇടയ്ക്കൊക്കെ ഞങ്ങളും വണ്ടിയിൽ കയറിപ്പോലും, കാരണം കോഴിക്കോട്ടേക്ക് പോകേണ്ടതിന്റെ ആവശ്യം ഉണ്ടാവും. മുശാവറ ഉണ്ടെന്ന് അറിഞ്ഞാല് വണ്ടിയിലെ സ്ഥലത്താണ് അന്വേഷിക്കാൻ നോക്കും. നല്ലാസ്താദും KPC തങ്ങൾക്കായും പിന്നെ ചർച്ച എന്ന് പറഞ്ഞാൽ അവിടെ എത്തോളം, അവിടുന്ന് തിരിച്ചിങ്ങോട്ട് എത്തോളം എന്തെങ്കിലും മസാലകൾ, അത് പ്രത്യേകിച്ച് തങ്ങൾക്കാവുന്ന ഓരോ വിഷയത്തിലെടുക്കും. എന്തെങ്കിലും മസാലകൾ, ശുദ്ധയായ ചർച്ചകൾ. നല്ലായ ഉസ്താദ് വലിയൊരു ആലിമാണല്ലോ, വലിയ മഹാനാണ്. തങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് 10,000-കണക്കിന് ആലിമീങ്ങളുടെ ഗുരുനാഥനാണ് ബഹുമാനപ്പെട്ട നല്ലായ ഉസ്താദ്. അപ്പൊ നല്ലായ ഉസ്താദിൽ നിന്നും പരമാവധി മാലൂമാത്തുകൾ കിട്ടാനും അങ്ങനെ മസാല ചർച്ചകൾ, ദീനിയായ ചർച്ചകൾ, ഇൽമിയായ ചർച്ചകൾ, മറ്റു ദുന്യവിയായ ചർച്ചകൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടാൽ തന്നെ അതിന് കൂടുതൽ സമ്മതിക്കൂല. അപ്പൊ പിന്നെയും എന്തെങ്കിലുമൊക്കെ കിതാബിയായ, ഇൽമിയായ ചർച്ചകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. കാരണം അതൊരു ഹരം കയറിയാണ്, ഒരു വിഷയത്തിന്റെ ഹരം കയറിയാണ്. ഒന്നിപ്പോ കുട്ടികളുടെ ഹരം എന്താ? ഒന്നിപ്പോ ആകെ എന്ത് ചർച്ച, അർജന്റീന എന്താ അല്ലേ? എന്നിട്ടിപ്പോ ചർച്ച അതങ്ങോട്ട് ഹരം കയറിയ പിന്നെ അതിനെ ചർച്ച, പിന്നെ അതിന്റെ എങ്ങനെ തട്ടി അങ്ങനെ തിരിഞ്ഞോ ഒക്കെ കറങ്ങി എന്ന് പറഞ്ഞിട്ട് മുന്നിലേ ഉള്ളൂ. അതിന്റെ എല്ലാ തരത്തിലുള്ള ആദാബുകളും ശബ്ദങ്ങളും പുറത്തോളം അതിന്റെ ചർച്ച. കാരണം അവരുടെ ഹരം ദീനിയായ ഇൽമിന്റെയും ആത്മീയമായ കാര്യങ്ങളുടെയും ഒരു ഹരം കയറിയാൽ പിന്നെ അതായിരിക്കും അവരുടെ ചർച്ച. ആ തരത്തില് ഇൽമിന് വേണ്ടി, ദീനിനു വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതം. മുമ്പ് അനുസ്മരണത്തിന് ആരോ പറഞ്ഞു, അത് പിന്നെ ശേവളങ്ങളാണോ ആശങ്കകളോ പറഞ്ഞിട്ട് ഓർമ്മയില്ല. ആശങ്കകൾക്ക് ഒരു ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള ഒരു വകുപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് സമ്മതിച്ചില്ല. കാരണം അതല്ല നമ്മുടെ മേഖല. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ശംസുൽ ഉലമയുടെ ശിഷ്യനാണ് തങ്ങൾ പാവ. കോട്ടമൽ ഉസ്താദിന്റെ ശിഷ്യനാണ് തങ്ങൾ പാവ. CH വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഓഫർ ചെയ്തു, ഫൈദിമാർക്ക് പട്ടിക്കാട് ജാമിയയിൽ നിന്ന് ഫൈദി ബിരുദം നേടിയ ആളുകൾക്ക് അഫ്ദലുൽ ഉലമയുടെ അതേ സർട്ടിഫിക്കറ്റ് 1-2 പരീക്ഷകൾ എഴുതിയാൽ മതി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകാരം നൽകാം ജാമ്യക്ക്. ഇന്നത്തെ എല്ലാ ഫൈദിമാർക്കും അവർ ഫൈദി ബിരുദം ഇറങ്ങുന്നതോടുകൂടെ അഫ്ദലുൽ ഉലമ അതിന്റെ യോഗ്യത നേടിയാൽ പിന്നെ അവർക്ക് മുൻഷിമാരാവാം, മാഷന്മാരാവാം, ഗവൺമെന്റ് ഉദ്യോഗം നേടാം ഫൈദി പണ്ഡിതന്മാർക്ക്. അന്ന് CH വാഗ്ദാനവുമായി വന്നപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ സമ്മതിച്ചില്ല. ശംസുൽ ഉലമയുടെ കണിശമായ നിലപാടുകൊണ്ടാണ് അത് വേണ്ടാന്ന് വെച്ചത്. കാരണം ശംസുൽ ഉലമ മനസ്സിലാക്കി, ഭൗതിക വിദ്യാഭ്യാസം കൂടി ഗവൺമെന്റ് ജോലി ആ തരത്തില് പണ്ഡിതന്മാര് പോയാൽ
പള്ളി ദർസ് നടത്താനും ഖുതുബ നടത്താനും മദ്രസകൾ നടത്താനും അതിനാളുണ്ടാവില്ല. എല്ലാവരും പണി തിരിഞ്ഞു പോകും. ആ ശംസുലമയുടെ തർബിയത്ത് കിട്ടിയത് കൊണ്ട് തന്നെ ഈ രംഗത്ത് മക്കള് ആലിമീങ്ങളെ ഈ രംഗത്ത് വേണം. സാധാരണ പൊതുവെ തങ്ങന്മാർക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ ഓതിയാൽ മതി അല്ലേ? കുറച്ച് മന്ത്രിച്ചുണ്ടായിരുന്നു ഒരു 4 ദുആയും പഠിച്ച സംഗതി ഇപ്പോ വേറെ വലിയ കഠിനാത്മാനൊന്നും തങ്ങന്മാർക്ക് ആവശ്യമില്ല. ചിലവര് ഈ ഓത്തിന്റെ കാര്യം തങ്ങന്മാരെ ഒത്താ വേണ്ടത് അതോ മൊയ്യന്മാരെ ഒത്താ വേണ്ടത്? കാരണം തങ്ങന്മാരെ ഒത്താൻ അത്യാവശ്യം കുറച്ച് ദുആയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മന്ത്രിച്ചതൊക്കെ പഠിച്ചാൽ മതിയല്ലോ. പക്ഷെ തങ്ങൾപ്പാവാന്റെ രീതി അങ്ങനെയല്ല. മക്കളാണെങ്കിലും തങ്ങൾപ്പാവ പഠിപ്പിച്ച തങ്ങന്മാരാണെങ്കിലും മൊയ്യന്മാരാണെങ്കിലും ഒക്കെ അവര് നന്നായി കിതാബ് ഓതി പഠിച്ച് അവര് സിസ്റ്റമാറ്റിക് ആയി ചെറുകോടാണെങ്കിലും മേലപട്ടാമ്പി പള്ളിയിലൊക്കെ ആണെങ്കിലും ആ പഴയ ആ ദർസി സിസ്റ്റം അത് ആ ചിട്ടയോടുകൂടെ അങ്ങനെ കിതാബുകൾ കുട്ടികൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തി ആ തരത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരും. നല്ല ആലിമീങ്ങളാവണം അത് ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ മക്കളെയും ആ വഴിക്ക് പറഞ്ഞനുസരിച്ച് ഈ പറഞ്ഞതുപോലെ ദുന്യവിയായ സമ്പത്ത് സമ്പാദ്യം ഗൾഫിൽ പോയി വലിയ ജോലിയൊക്കെ കിട്ടി അങ്ങനെ കഴിയുന്നതിന് വേണ്ട എന്ന് തീരുമാനിക്കുന്ന മക്കൾ അങ്ങനെ പൈസ കൂടിയ പൊതുവെ നന്നാവലല്ല അല്ലെ? സൗകര്യവും പൈസയും കൂടിയ മക്കൾ നന്നാവലല്ല, പലപ്പോഴും ശരിയാണ്. കഷ്ടപ്പാടുണ്ടാകുമ്പോഴാണ് പലപ്പോഴും നന്നാവില്ല. ഇപ്പോ പൊതുവെ നമ്മൾ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധി തന്നെയാണ്. തങ്ങൾപ്പാവയും എന്റെ വാക്കും അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ കഷ്ടപ്പാടുകൾ ആ കഷ്ടപ്പെട്ട് പഠിച്ചപ്പോ അവർക്ക് അതിന്റെ വലിയ മൂല്യം ഉണ്ടായി. ആ അകക്കാമുള്ള മധുരമുള്ള ആഴത്തിലുള്ള നല്ല പവറുള്ള ഇൽമു മാത്രമല്ല അറിവ് മാത്രമല്ല അഥറുള്ള നാഫിയായ അതവർക്കുണ്ടായിരുന്നു. ഇന്ന് നല്ല സുഖത്തിലും സൗകര്യത്തിലും ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ചു അങ്ങനെയൊക്കെ ജീവിക്കുന്ന സാഹചര്യം വന്നപ്പോ അറിവ് കുറഞ്ഞു, ആത്മീയതയും കുറഞ്ഞു, തത്വയും കുറഞ്ഞു, ഇഖ്ലാസും കുറഞ്ഞു, എല്ലാം കുറഞ്ഞു വരികയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നത് നമുക്ക് വലിയ മാതൃകകളും വലിയ വലിയ പാഠങ്ങളുമായി ബഹുമാനപ്പെട്ട താജു സാദാത്ത് സയ്യിദ് KPC തങ്ങളും മഹാനവറുകളും നമ്മുടെ മുന്നിൽ നിന്ന് നേതൃത്വം നൽകി അവസാനം വരെ നല്ല റാഹത്തുള്ള യാത്ര ഈ ലോകത്തോട് നമുക്കറിയാം. മുഹറം 8-ന് വഫാത്തായി, മുഹറം 9-ന് നോമ്പുകാരായി. മരണവാർത്ത അറിഞ്ഞത് മുതൽ ആയിരക്കണക്കിന് ആളുകളാണ് വന്നത്. മുഹറം 9 എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമല്ലേ? അന്നത്തെ നോമ്പ് നോറ്റിട്ടാണ് സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജഫരി മുത്തക്കോയ തങ്ങൾ അവസാനം നടന്ന ജനാസ നമസ്കാരത്തിൽ നേതൃത്വം നൽകാൻ വന്നത്. ഒരുപാട് ആളുകൾ ആ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തത്. ആ ശ്രേഷ്ഠമായ ദിവസം കബറടക്കം നടത്തിയത് നല്ല ശ്രേഷ്ഠമായ ഒരു മാസം ഈ ലോകത്തോട് യാത്ര പറയുക എന്നത് തന്നെ ഏറ്റവും വലിയ ഒരു മഹത്വമുള്ള കാര്യമല്ലേ? അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവരുടെ അന്ത്യം എങ്ങനെയായിരുന്നു, അവരുടെ യാത്ര എങ്ങനെയായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ തെളിവ്. കുല്ലു ഇൻസാനിൻ യമൂതു അലാ മാ ആശ അലൈഹി. എങ്ങനെയാണോ ജീവിതം അങ്ങനെയായിരിക്കും മരണം. നല്ല ജീവിതമായപ്പോൾ അവർക്കൊക്കെ അല്ലാഹു നല്ല മരണം നൽകി. വയുബഅതു അലാ മാ മാത അലൈഹി. എങ്ങനെയായിരുന്നു മരണം അങ്ങനെ പുനർജനിപ്പിക്കപ്പെടുകയും ചെയ്യും. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇന്നത്തെ ഈ പരിപാടിക്ക് വേണ്ടി പല ആളുകളും ഭക്ഷണത്തിനും മറ്റൊക്കെ സംഭാവന നൽകിയിട്ടുണ്ട്. തങ്ങൾ പാപ്പാന്റെ സ്മാരകമായിട്ടാണ് ഈ ദർസ് ഇവിടെ നടത്തുന്നത്. ഈ മുതാലിമീങ്ങൾക്ക് ഭക്ഷണമായും സംഭാവനയായും മറ്റുമൊക്കെ ഈ മഹല്ലുകാരും പുറത്തുള്ളവരും പല ആളുകളും സഹായിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഇതുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്?
ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ച മഹാനാണ്. എന്തുകൊണ്ട്? വളരെ ഇളംപ്രായക്കാരനായിരുന്നു, നല്ല ഓർമ്മശക്തിയുള്ളയാളായിരുന്നു. 10 കൊല്ലം മുത്തുനബിയുടെ ഖാദിമായിരുന്നു. കാന ഖാദിമ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സനവാത്ത്. 10 കൊല്ലം രാവും പകലും മുത്തുനബിക്ക് ഖിദ്മത്ത് ചെയ്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ച് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കേട്ട ഹദീസുകളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹദീസ്, എനിക്ക് കോരിത്തരിപ്പുണ്ടാക്കിയ ഹദീസ് ചെറിയൊരു ഹദീസാണ്. മനസ്സിലാക്കണം, ചിന്തിക്കണം. ലക്ഷക്കണക്കിന് ഹദീസ് മുത്തുനബിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അനസ് റളിയല്ലാഹു അൻഹു അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരേ ഒരു ഹദീസ് അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു മനുഷ്യൻ നാളെ പരലോകത്ത് അവൻ ആരെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവരുടെ കൂടെയാണ് ഒരുമിച്ച് പോവുക എന്ന ഹദീസാണ്. അന്തമഅ മൻ അഹ്ബബ്ത. ഉത്തരം പറഞ്ഞു, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരോട് കൂടെയായിരിക്കും. നമ്മൾ മഹാന്മാരായ തങ്ങൾപ്പാപ്പ ഉൾപ്പെടെയുള്ള സാധാരണ തങ്ങന്മാരെ, ഔലിയാക്കളെ, മശായിഖന്മാരെ, ഉസ്താദുമാരൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ഉറൂസുകളിലും അവരെ സിയാറത്ത് ചെയ്യാനും അവരുടെ അനുസ്മരണത്തിന് പങ്കെടുക്കാനും ഒക്കെ നമ്മൾ വലിയ ആവേശവും താല്പര്യം കാണിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഒത്തുകൂടൽ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവരുടെ പരിപാലനമായ വഴി ഇന്ന് അവരുടെ മക്കൾ, 3 മക്കൾ അൽഹംദുലില്ലാഹ് ഇവിടെ മാത്രമല്ല, നമ്മുടെ ജില്ലയിൽ മാത്രമല്ല, കേരളത്തിനകത്തും പുറത്തുമൊക്കെ ദീനീ കാര്യങ്ങൾക്കും ആത്മീയ വഴികളിലുമൊക്കെ നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാരായ ആ മഹത്തുക്കളുടെ വഴി, അവരെ വളർത്തിക്കൊണ്ടു പോകുന്ന ഈ ഇൽമിന്റെ വഴി, അതിന്റെ കൂടെ നമ്മളും സഞ്ചരിക്കുന്നത് പരലോകത്തുള്ള ഏറ്റവും വലിയ നേട്ടം ആഗ്രഹിച്ചുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. നമ്മുടെ സൈതലവിരാജ ഉൾപ്പെടെയുള്ള ആളുകൾ ആമയൂരിലും അതേപോലെ പരിസരത്തു നിന്നൊക്കെയുള്ള ആളുകൾ അവിടെ പലരുണ്ട്. നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ മുതാലിമീങ്ങളെ സ്നേഹിക്കുന്ന, അവർക്ക് ഭക്ഷണം നൽകുന്ന, അങ്ങനെ പല കാര്യത്തിലും ആ ഒരു വഴി, തങ്ങൾപ്പാവാന്റെ വഴിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്നവരും പലതും ഏറ്റെടുത്തവരും അവരൊക്കെ ആഗ്രഹിക്കുന്ന ദുആയാണ്. പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് സ്വലാത്തുൽ നാരിയ ചൊല്ലിയിട്ട് വളരെ വലിയ ആൾക്കാർ, പ്രത്യേകിച്ച് തങ്ങൾപ്പാവ എനിക്ക് ഓർമ്മയുണ്ട്, ചെറുപോടുള്ള ആ കാലത്തൊക്കെ തന്നെ നാരിയത്ത് സ്വലാത്ത് എന്നത് അവരുടെ വലിയ ഒരു ആയുധമാണ്. അത് പല കാര്യങ്ങൾക്കും നിർദ്ദേശിച്ചിട്ടുള്ള സ്വലാത്തുൽ നാരിയ, നാരിയത്ത് സ്വലാത്ത് എന്താണ് ആ സ്വലാത്തുൽ നാരിയ അൽഹംദുലില്ലാഹ് അവരുടെ ഒരു ഇജാസത്തോടുകൂടെ കടന്നു വരുന്ന ആ സ്വലാത്തിന്റെ മജ്‌ലിസ് അത് ചൊല്ലി ഇവിടെ ദുആ നമ്മളൊക്കെ ആഗ്രഹിക്കുകയാണ്. പടച്ചറബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ സമസ്തയുടെ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വലിയൊരു പരിപാടിയൊന്നുമല്ല, പക്ഷേ എന്നാലും ബഹുമാനപ്പെട്ട താലൂക്ക് സാദാത്ത് സയ്യിദ് കെ.പി. തങ്ങൾപ്പാവാന്റെ അനുസ്മരണം പട്ടാമ്പിയിൽ വെച്ച് നടക്കുന്നുണ്ട്. പല നാടുകളിലും പല സ്ഥലങ്ങളിലും രണ്ടാമത്തെ ആണ്ടാണെന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ അത്തവർ ഖുർആനും ദിക്റുകളും ഫാത്തിഹയും യാസീനോദിയും ഒക്കെ ഇൻഷാ അല്ലാഹ് ദുആയിൽ പങ്കെടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചവരുണ്ട്. അവരൊക്കെ ഉൾപ്പെടുത്തി ഇവിടെ ദുആ നടക്കും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമ്മൾ സ്വലാത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് നമ്മൾ ദർസിലേക്ക് ഫണ്ട് കൈമാറാൻ വേണ്ടി ആമയൂർ സ്വദേശിയായ സൈതലിയാജി എത്തിയിട്ടുണ്ട്. അദ്ദേഹം പാലക്കാട് സൈതലിയാജിയെ സ്വീകരിക്കാൻ വേണ്ടി ഉത്തരവാദിത്തങ്ങളെയും ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കാം. കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ അസറിന് ശേഷം സിയാറത്ത്, അതിന് ശേഷം 6 മണി മുതൽക്ക് നമ്മൾ തുടങ്ങിയ പരിപാടി അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചെലവഴിച്ച സമയം മുഴുവൻ മുഅ്മിനീങ്ങൾ ഖബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ഇനി ഇശ ജമാഅത്തോടുകൂടെ ഇവിടെ ദുആ കഴിഞ്ഞാൽ ഇശ ജമാഅത്തോടുകൂടെ നമ്മളൊക്കെ തമറക്കിന്റെ ഭക്ഷണം കൂടി കൈപ്പറ്റിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ട് നമ്മളൊക്കെ സർവ്വ പൂർത്തിയാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ ഗൾഫിലേക്ക് പല ഘട്ടങ്ങളിലായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മാസവും സഹായിക്കുന്നവരുണ്ട്, പ്രത്യേക സന്ദർഭങ്ങളിൽ സഹായിക്കുന്നവരുണ്ട്. നമ്മുടെ ഈ നാട്ടുകാർ തന്നെ പല ആളുകളും മറ്റുള്ള പല ആളുകളൊക്കെ പറഞ്ഞ് അൽഹംദുലില്ലാഹ് പല ആളുകൾ കൊണ്ടും പല രൂപത്തിലായി സഹായിച്ചു. ഇപ്പൊ ഇന്നടക്കം ഒരാൾ പല രൂപത്തിൽ സഹായിച്ചിട്ടിപ്പോൾ ഈ മജ്‌ലിസിന്റെ കുറച്ച് മുന്നേ ഒരു 5 കുട്ടികൾക്കുള്ള ചെലവ് എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പല രൂപത്തിലായി. പക്ഷേ ഒരു ദിവസത്തെ ചെലവ് മുഴുവൻ കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ 5 ആളെ 10 ആളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ രൂപത്തിൽ സഹായിച്ച ഇന്നതേപോലെ നേരത്തെ അവിടെ വാഗ്ദത്തം ചെയ്ത ഒരു കുട്ടിയുടെ ഒരു മാസത്തെ ചെലവ് 5000 രൂപ ഇപ്പൊ ഏറ്റെടുത്ത പല ആളുകളുണ്ടായിരുന്നു. അങ്ങനെ അതും പല ഘട്ടങ്ങളിലായി പല ആളുകൾ നിർമ്മിച്ചു. ഒരു സഹോദരി മരണപ്പെട്ടവരുടെ പേരിൽ ദുആ ചെയ്യാൻ 500 രൂപ സംഭാവന, അതേപോലെ രോഗം ശരിയാകാൻ വേണ്ടി ജോലിയിൽ വർഗത്തിന് വേണ്ടി മരണപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ നിയന്ത്രി ചെയ്തുകൊണ്ട് അങ്ങനെ ദുആ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ആളുകൾ പല പ്രദേശത്തുകാരുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ് നമ്മുടെ കുട്ടികൾക്ക് ഒരു ദിവസത്തെ ഫുൾ ഭക്ഷണം അതിന്റെ പരിപൂർണ രൂപത്തിൽ തന്നെ സ്പെഷ്യൽ കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് കുളത്തൂരുള്ള ഒരു ടീം വന്നുകൊണ്ട് നമ്മെ ബന്ധപ്പെടുകയും ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വെല്ലിപ്പ അതേപോലെ ഫണ്ട് നൽകിയിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ലഭിച്ചിട്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ദുആയാണ് ഇൻഷാ അല്ലാഹ്. അതേപോലെ ഉപ്പയുടെ ആണ്ടുമായി ബന്ധപ്പെട്ട നേരത്തെ ചില ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരുപാട് ഹർത്തവുകൾ തീർത്തവർ, അതേപോലെ തന്നെ ഇഖ്ലാസ് സൂറത്ത് തീർത്തവർ, അതേപോലെ ഇപ്പോൾ ഈ ദുആക്രമം ഇന്ന് എന്നോട് പറഞ്ഞു 1 ലക്ഷം ഇഖ്ലാസ് തീർക്കണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. 42,000 ആയിട്ടുണ്ട്. ഇനിയും അത് പൂർത്തിയാക്കണം തന്നെയാണ് ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ പരിപാടിയുടെ ഇടയിൽ മെസ്സേജ് അയച്ച് ആ കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ തന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഉഖറവിയായ വിജയം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ആ ഒരു ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യത്തിലേക്ക് നമ്മെ എത്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ നേരത്തെ പറഞ്ഞല്ലോ 4444 നാരിയത്ത് സ്വലാത്തിന്റെ അദദ്. അത് പ്രത്യേകമായ അദദ് അനുസരിച്ചുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ഉദ്ദേശം വെച്ചുകൊണ്ട് പല കുടുംബങ്ങൾ ചൊല്ലി ഞാൻ എപ്പോഴും സ്വലാത്തിന്റെ അന്നോ അല്ലെങ്കിൽ ദിവസമൊക്കെ സ്വലാത്ത് ചൊല്ലിയത് അറിയിക്കാൻ വേണ്ടി നമ്പർ അയക്കാറുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ 1000-ഓളം വരുന്ന ആളുകളുടെ ഗ്രൂപ്പിൽ അങ്ങനെ അറിയിക്കുന്ന ഒരുപാട് ആളുകൾ അതിന്റെ ആ എണ്ണം അറിയിക്കാറുണ്ട്. പല ആളുകളും പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് 2, 3, 4, 44 ചൊല്ലി തീർത്തിട്ടുണ്ട്. ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞവരെ അങ്ങനെ പല രൂപത്തിലും ഇൻഷാ അല്ലാഹ് അതിന്റെ ഒക്കെ ലക്ഷ്യം അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതിൽ പങ്കെടുക്കുക, ഈ ദുആ മജ്‌ലിസിൽ പങ്കെടുക്കുക എന്നുള്ള പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടെയാണ് ഇൻഷാ അല്ലാഹ് ഒരു 3 നാരിയത്ത് സ്വലാത്ത് നമുക്ക് എല്ലാവർക്കും കൂടി ചൊല്ലി ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട നമ്മൾ ദുആക്ക് നേതൃത്വം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സംഭാവനകൾ അതേപോലെ തന്നെ വാഗ്ദത്തം ചെയ്തത്, അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ പല ആളുകളും നേരത്തെ വാഗ്ദത്തം ചെയ്ത പല ആളുകളും ഗൾഫ് സംബന്ധമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെയായി വിഷമത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും അല്ലാഹു ഫതഹിലും സലാമത്തും ആക്കി തരട്ടെ. റാഹത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാനുള്ള എല്ലാ തൗഫീഖും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഓപ്പറേഷൻ നിർദ്ദേശിക്കപ്പെട്ട രോഗങ്ങൾ, അതേപോലെ തന്നെ പല രൂപത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും, കേസിൽ കുടുങ്ങിയ പ്രശ്നങ്ങൾ അഥവാ അതേപോലെ തന്നെ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് മോചനത്തിന് വേണ്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്. എല്ലാം അറിയുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ഒക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കട്ടെ. എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു രക്ഷപ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഇന്നത്തെ ഈ തബറുക്കിലേക്ക് പല രൂപത്തിലായി മാംസമായി, അതേപോലെ തന്നെ അരിയായി സംഭാവന നൽകിയവർ, പണമായി സംഭാവന നൽകിയ അങ്ങനെ പല ആളുകൾ ഇവർ പറഞ്ഞു. പിന്നെ
300 കിലോ ഇറച്ചിയാണ് പറഞ്ഞത്. ആ ഇറച്ചി തരുന്ന ആള് തങ്ങൾപ്പാട് ആണല്ലേ, ഒരു 5 കിലോ എൻ്റെ വക പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ വക അടക്കമെന്നാണ് നൽകി. അതൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി ആ പ്രത്യേകം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഓരോ സംഗതികളും പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അതിന്റെ ഒക്കെ അർത്ഥത്തിനകത്തുകൊണ്ട് അവിടെയൊക്കെ എല്ലാവിധ വിഷമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കി പരിശുദ്ധമായ ഈ രംഗത്ത് ഒത്തൊരുമയോടെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള വലിയ തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു 3 നാലികത്തെ സ്വലാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم. صلى الله بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. وتنفرج به الكرب وتقضى به الحوائج وحسن الخواتم. صلى الله بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد لك. اللهم صل وسلم على سيدنا محمد الذي يتمكن به القدر وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم. صلى الله بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم سبحانه وتعالى نجلي الصلاة حبيب محمد مصطفى صلى الله عليه وسلم حضرته القيادة جوكت إن شاء الله دعائنا إلى حضرات نبينا المصطفى محمد صلى الله عليه وسلم وإلى حضرات أرواح أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى. اللهم صل وسلم على رسولك سيدنا محمد. اللهم اوصل منا ثواب ما قرأناه من القرآن العظيم. هذه هدية باسطة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا المصطفى محمد وإلى حضرات أرواح أزواجه الطاهرات أمهات المؤمنين وإلى حضرات سائر أولياء الله تعالى من مشارق الأرض إلى مغاربها صغيرا وكبيرا ذكرا وأنثى كلهم أجمعين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك. اللهم بحقهم وبجاههم يسر عسيرهم
ذنوبنا واشف أمراضنا وأمراض مرضانا يا شافي الأمراض اللهم وإلى حضرات من ماتوا منا من آبائنا وأمهاتنا وأجدادنا وجداتنا وسائر أقربائنا يا رب العالمين اللهم اغفر لهم وارحمهم واجمع بيننا وبينهم في دار جنات النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين اللهم اجعل نعمتنا دائما ودولتنا قائما وأولادنا صالحا ولا تسلط علينا ظالما يا ذا الجلال والإكرام اللهم لا تدع لنا ذنبا إلا غفرته ولا مرضا إلا شفيته ولا عيبا إلا سترته ولا حاجة من حوائج الدنيا والآخرة لك فيها رضا ولنا فيها صلاح إلا قضيتها ويسرت تركها وأسبابها يا رب العالمين الله يا أرحم الراحمين يا ملك الجبار يا رب ഞങ്ങളെ ഒരുമിച്ച് കൂടിയതിനെ കബൂലാക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ഇവിടെ ചെയ്ത അമലുകൾ സ്വീകരിക്കണേ അല്ലാഹ് നബി സ്വീകരിക്കണേ അല്ലാഹ് സ്വലാത്തുകൾ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങൾ ഇവിടെ അനുസ്മരിച്ചത് സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ഇവിടെ ചെയ്ത അമലുകളുടെ മിസ്ല സവാബ് പ്രത്യേകമായി ഞങ്ങൾ ഉദ്ദേശിച്ച വന്യപിതാവ് തിബിസി തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അല്ലാഹുവേ അവരുടെ ഗുരുനാഥന്മാർ അവരുടെ മാതാപിതാക്കൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ വേണ്ടപ്പെട്ടവർ കൂട്ടുകുടുംബങ്ങളെല്ലാവരുടെയും ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അവരുടെ ഹജ്ജാൽ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് വന്നുപോയ സർവ്വ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ് ചെറുപാപങ്ങൾ പൊറുക്കണേ അല്ലാഹ് വൻപാപങ്ങൾ പൊറുക്കണേ അല്ലാഹ് അറിഞ്ഞ് ചെയ്ത പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ് അറിയാതെ ചെയ്ത പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ് രഹസ്യമായി ചെയ്ത പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ് പരസ്യമായി ചെയ്ത പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ് ഇബ്ലീസിന്റെ വഞ്ചനയിൽ നിന്ന് കാക്കണേ അല്ലാഹ് ശൈത്താന്റെ ശരിയിൽ നിന്ന് കാക്കണേ അല്ലാഹ് റൂഹാനികളുടെ ശരിയിൽ നിന്ന് കാക്കണേ അല്ലാഹ് ജിന്നുകളുടെ ശരിയിൽ നിന്ന് കാക്കണേ അല്ലാഹ് സാഹിരികളുടെ ശരിയിൽ തൊട്ട് കാക്കണേ അല്ലാഹ് ഐനികളുടെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാഹ് മാകിരികളുടെ മക്രിനെ തൊട്ട് കാക്കണേ അല്ലാഹ് ഹസനികളുടെ ഹസനിനെ തൊട്ട് കാക്കണേ അല്ലാഹ് വാലിമീങ്ങളുടെ വിളവിനെ തൊട്ട് കാക്കണേ അല്ലാഹ് മുഫ്തിനികളുടെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാഹ് നീ പഠിച്ച എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ മനസ്സിലാക്കി തരണേ അല്ലാഹ് വിശേഷയായി ഈ സംഗമത്തിന് വേണ്ടി സഹായിച്ചവർ സഹകരിച്ചവർ പ്രവർത്തിച്ചവർ ആരോഗ്യം ചെലവഴിച്ചവർ സമ്പത്ത് ചെലവഴിച്ചവർ സമയം ചെലവഴിച്ചവർ എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ് അല്ലാഹുവേ ഉമ്മാന്റാടുമായി ബന്ധപ്പെട്ട് ഫത്വകൾ തീർത്തവർ ദിക്റുകൾ ചൊല്ലിയവർ അല്ലാഹുവേ അതുപോലെ മറ്റു പ്രവർത്തനങ്ങൾ നടത്തിയവർ എല്ലാം കബൂലാക്കണേ അല്ലാഹ് അതിന്റെയൊക്കെ മിസ്ല സവാബ് ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ് അല്ലാഹുവേ ഈ സദസ്സ് മാസം തോറും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നാരിയത്ത് സലാത്തിന്റെ സദസ്സ് ആ നാരിയത്ത് സലാത്ത് ചൊല്ലി അറിയിക്കുന്നവർ ധാരാളം ആളുകളുണ്ട് ഓരോരുത്തരും പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് അല്ലാഹുവേ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അറിയുന്നവൻ നീയാണല്ലോ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളെ മനസ്സിലാക്കി അനുഗ്രഹിക്കണേ അല്ലാഹ് അല്ലാഹുവേ അവരുടെയും ഞങ്ങളുടെയും ഒക്കെ ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് കൃഷികളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് റിസ്കിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് വീടുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് ആയുസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് ദാമ്പത്യ ജീവിതങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് സമാധാനം നൽകണേ അല്ലാഹ് അല്ലാഹുവേ അർഹമർ റഹീമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവന്റെ മുമ്പിൽ യാചിക്കേണ്ട ഗതികേട് വരാതെ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും നീ സംരക്ഷിക്കണേ അല്ലാഹ് അല്ലാഹുവേ അർഹമർ റഹീമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ പലരും രോഗികളുടെ ശിഫ നൽകണേ
ഞങ്ങളിൽ പലരും രോഗികളാണ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ പലരും രോഗികളുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. ക്യാൻസർ ഉള്ളവരുടെ ശിഫ നൽകണേ അല്ലാഹ്. അറ്റാക്കിന്റെ പ്രശ്നങ്ങളുള്ളവരുടെ ശിഫ നൽകണേ അല്ലാഹ്. കരൾ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരുടെ ശിഫ നൽകണേ അല്ലാഹ്. വയറ് സംബന്ധമായ ബുദ്ധിമുട്ടുകളുള്ളവരുടെ ശിഫ നൽകണേ അല്ലാഹ്. കിഡ്നിയുടെ പ്രശ്നങ്ങളുള്ളവരുടെ ശിഫ നൽകണേ അല്ലാഹ്. അങ്ങനെ ശരീരത്തിൽ വേദനകളും കടച്ചിലും നീരുമൊക്കെയായി ബുദ്ധിമുട്ടുള്ളവർ അല്ലാഹുവേ നിന്റെ ശിഫയുടെ കവാടം തുറന്ന് നൽകണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും ഒക്കെ ശരീരങ്ങളിൽ വല്ല രോഗാണുക്കളും ഒളിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവേ എല്ലാവരുടെയും രോഗാണുക്കളെ നീ നശിപ്പിക്കണേ അല്ലാഹ്. വിശിഷ്യായി നിലനിൽക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും ധാരാളം ഖൈറുകൾ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ ഒഴിവാക്കി കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ ഇൽമിനെ സഹായിച്ചതിന്റെ പേരിൽ, അല്ലാഹുവേ നിന്റെ ദർശന സഹായിച്ചതിന്റെ പേരിൽ അവർക്ക് നീ ധാരാളം ഖൈറുകൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനായ വലിയ ജബ്ബാറായ റബ്ബേ ഞങ്ങളെയും അവരെയും ഒക്കെ നിന്റെ ഇഷ്ടക്കാരിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ സ്വാധീനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ്. ദീനിന് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ്. സമൂഹത്തിന് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ്. ഈ മക്കളെ ഞങ്ങൾക്ക് ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് പറയേണ്ടുന്ന ഗതികേട് ഞങ്ങളെ മക്കളെ സംബന്ധിച്ചിടത്തോളം വലുതല്ല റബ്ബേ. ഞങ്ങളുടെ മക്കളെ ഞങ്ങളെ നിന്റെ കുടുംബങ്ങളാക്കി മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ പലരും പഠിക്കുന്നവരാണ്. അവരുടെ പഠനത്തിന് ബറക്കത്ത് നൽകണേ അല്ലാഹ്. വിശിഷ്യായി നബിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ അവരുടെ പഠനത്തിന് ബറക്കത്ത് നൽകണേ അല്ലാഹ്. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ അവർക്ക് നൽകണേ അല്ലാഹ്. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഹൃദയസ്ഥമാക്കാനുള്ള കഴിവ് നൽകണേ അല്ലാഹ്. നാഫിയായ ഇൽമ് നൽകണേ അല്ലാഹ്. നേരിടുന്ന പരീക്ഷകളിലൊക്കെ ഉന്നത വിജയങ്ങൾ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവരുടെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. 10-27 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ ദുആ ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞവർക്കുണ്ട്. അല്ലാഹുവേ എല്ലാവരെയും നീ അറിയുമല്ലോ റബ്ബേ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാഹ്. ആൺകുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ ആൺകുട്ടികളെ നൽകണേ അല്ലാഹ്. പെൺകുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്വാലിഹാത്തുകളായ പെൺകുട്ടികളെ നൽകണേ അല്ലാഹ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ, വിവാഹ പ്രായമെത്തിയവർ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമായ ഇണതുണകൾ അവർക്ക് നീ നൽകണേ അല്ലാഹ്. അവരുടെ ദാമ്പത്യ ജീവിതത്തിലും ഞങ്ങളുടെയൊക്കെ ദാമ്പത്യ ജീവിതങ്ങളിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. നിന്റെ പൊരുത്തം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ജീവിതം ഖൈറാകുന്ന കാലം ഇസ്സത്തോടുകൂടെ ജീവിക്കാനും മരണം ഖൈറാകുന്ന സമയം കലിമ ചൊല്ലി ഈമാനോടുകൂടെ മരിക്കാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കളെ പോലെ ഞങ്ങളെ സംരക്ഷിച്ചവർ ഞങ്ങളുടെ ഗുരുനാഥന്മാരും അല്ലാഹുവേ അവരെ ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അവരിൽ പലരും ഞങ്ങളോടൊപ്പമില്ല. അല്ലാഹുവേ ഞങ്ങളുടെയൊക്കെ മഹല്ലുകളിലെ മക്ബറകളിലും മറ്റുമൊക്കെയായി അന്വേഷണം കൊള്ളുകയാണ്. അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ അനുഭവിക്കുന്ന പല സുഖങ്ങളും അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് വേണ്ടി പല സുഖങ്ങളും അവർ ഒഴിവാക്കിയവരാണ് റബ്ബേ. അവരുടെ ഖബർ നീ സന്തോഷത്തിലും സുഖത്തിലുമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ സ്വർഗീയ പാനീയം ഖബറിൽ നൽകണേ അല്ലാഹ്. സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാഹ്. സ്വർഗീയ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ അല്ലാഹ്. സ്വർഗീയ ആനന്ദം ഖബറിൽ നൽകണേ അല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഖബറിൽ വല്ല പ്രയാസങ്ങളുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹുവേ ഈ സദസ്സ് ഉദ്ദേശിച്ചുകൊണ്ട് ചെറിയ ഹത്തബുകളുടെ ഹഖ്ജാത്ത് ബറക്കത്തുകൊണ്ട് നാരിയത്ത് സ്വലാത്തിന്റെ ഹഖ്ജാത്ത് ബറക്കത്തുകൊണ്ട് ദിക്റുകളുടെ ഹഖ്ജാത്ത് ബറക്കത്തുകൊണ്ട് ആ ഖബറിലെ പ്രയാസങ്ങൾ ഒഴിവാക്കി കൊടുക്കണേ അല്ലാഹ്. പ്രത്യേക ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച പലരുമുള്ള
എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും മനസ്സിലാക്കി കൊടുക്കണേ അല്ലാ. കടം കൊണ്ട് വരുന്നവരുടെ കടം വീടാനുള്ള ഹലാലായ മാർഗങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവരുടെ അനുയോജ്യമായ വീട് നൽകണേ അല്ലാ. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവരുള്ളതൊക്കെ വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള അല്ലാഹുവേ എല്ലാ സാഹചര്യങ്ങളും തുറന്നു കൊടുക്കണേ അല്ലാ. കാശ് മുടുങ്ങി കിടക്കുന്നത് കിട്ടി പോരുന്നില്ല, അത് കിട്ടണമെന്ന് പറഞ്ഞവരുടെ റബ്ബേ അല്ലാഹുവേ അത്തരത്തിലുള്ള എല്ലാവരുടെയും പ്രയാസം ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. അതൊക്കെ സഹിതായി കാര്യങ്ങൾ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ദുആ ചെയ്യാൻ മറന്നാലും ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നവൻ നീയാണല്ലോ റബ്ബേ. ഞങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളിൽ ഒഴിവാക്കപ്പെടേണ്ടതൊക്കെ ഉണ്ടോ അതെല്ലാം ഞങ്ങളിൽ നിന്ന് നീ ഒഴിവാക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഈ മഹല്ലിന്റെ നേതൃത്വം നൽകി ഞങ്ങളിൽ നിന്ന് പറഞ്ഞു പോയ വല്യ പിതാവ് അവരുടെ കഥയിലായി അവർ കാണിച്ചു തന്ന ആ വഴിയിലായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, ഞങ്ങളുടെ തലമുറക്ക് മുന്നോട്ട് പോകാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ആ വഴിയിൽ നിന്ന് വ്യതിചലിക്കുന്ന ദിനത്തൊട്ട് അവരെ ഞങ്ങളെയൊക്കെ കാത്തു രക്ഷിക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.